പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 15-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. നിഷ്കളങ്കനായി നടക്കുക, നീതി പ്രവർത്തിക്കുക, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, നാവ് കൊണ്ട് കുരുള പറയാതിരിക്കുക, കൂട്ടുകാരനോട് ദോഷം ചെയ്യാതിരിക്കുക, കൂട്ടുകാരന് അപമാനം വരുത്താതിരിക്കുക, വഷളനെ നിന്ദനായി എണ്ണുക, യഹോവ ഭക്തനെ ബഹുമാനിക്കുക, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും അതിൽ നിന്നും മാറാതിരിക്കുക, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതിരിക്കുക, കൈക്കൂലി വാങ്ങാതിരിക്കുക. ഈ പറയപ്പെട്ട ഓരോ സ്വഭാവ ഗുണങ്ങളും വളരെ വിശേഷമേറിയതും പഠന വിധേയമാക്കേണ്ടതുമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പാകെ പരസ്യമായും മറ്റുള്ളവർ കേൾക്കെ രഹസ്യമായും ഉടമ്പടി ചെയ്യുന്നവരാണ്. ആണ്ടിൻ്റെ അവസാന ദിവസം പരസ്യമായി ദൈവസന്നിധിയിൽ തീരുമാനങ്ങളോടുകൂടെ പ്രാർത്ഥിക്കും. അടുത്ത ആണ്ട് ഒരു പാപവും ചെയ്യാതെ, ആമേൻ, ആരാധന മുടക്കാതെ, ഉപവാസം മുടക്കാതെ, ആമേൻ, ഉത്തമ സാക്ഷിയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു മടിയും കൂടാതെ, ലജ്ജയും കൂടാതെ ഉടമ്പടികൾ എടുക്കും. നാം ദൈവത്തോട്, മനുഷ്യരോട് ഉടമ്പടി അല്ലെങ്കിൽ സത്യം ചെയ്യുമ്പോൾ അത് നമ്മെ കൊണ്ട് പാലിക്കുവാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ട് സത്യം ചെയ്യുന്നതാണ് ഉത്തമം. നാം ആരോടായാലും ഉടമ്പടി ലംഘിച്ചാൽ കുറ്റക്കാരായി തീരും, ശിക്ഷായോഗ്യരായി തീർന്നിട്ട് നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുകയും ചെയ്യും. ദൈവം മനുഷ്യരോട് ചെയ്ത ഉടമ്പടിയിൽ നിന്നും ദൈവം ഒരിക്കലും പിന്മാറിയിട്ടില്ല. കാരണം ഭോഷ്ക് പറയുവാൻ ദൈവം മനുഷ്യനല്ല. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അന്യ ദൈവങ്ങൾക്ക് നേർന്നിട്ടുണ്ടെങ്കിൽ കൃപയിൽ വന്നതിന് ശേഷം അവയെക്കുറിച്ച് ഓർമ്മ വന്നാലും ഇല്ലെങ്കിലും യാതൊരു കാരണവശാലും അത് നിവർത്തിക്കേണ്ടതില്ല. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ രക്ഷയെയും നമ്മൾ വ്യാപരിക്കുന്ന നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിനെയും കൊല്ലുന്നതിന് കാരണമാകും. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള മനുഷ്യരോടുള്ള കൽപ്പന അത് നിവർത്തിക്കണം നാം. ഹല്ലേലൂയ. ദൈവം സ്തോത്രം, അല്ലാത്തവരോട് ചെയ്തിട്ടുള്ള സത്യങ്ങളെയും നേർച്ചകളെയും ദൈവജനം പാലിക്കേണ്ടവരല്ല. മദ്യപിക്കുന്നതും സിനിമ കാണുന്നതും പാപം ചെയ്യുന്നതും ഭാര്യയെയോ ഭർത്താവിനെയോ വഞ്ചിക്കുന്നതും ദൈവം ക്ഷമിക്കുകയില്ല. ദൈവവചനം സത്യം മാത്രമേ പറയാവൂ. ദൈവജനം എപ്പോഴും സത്യത്തിൽ നിലനിൽക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് നമ്മുടെ കർത്താവും സ്തോത്രം വെളിപ്പെടുത്തുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം സത്യം മാത്രമേ പറയാവൂ. ഒരിക്കലും ആരോടും സത്യം മറച്ചു വെക്കുകയും അരുത്. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല യാക്കോബ് ബേഥേലിൽ ആലയം പണിയുമെന്ന് ദൈവത്തോട് ദൈവത്തിന് ദശാംശം കൊടുക്കുമെന്നും തീരുമാനിച്ചത്. എന്നാൽ കാലങ്ങൾ പലതും കടന്നുപോയപ്പോൾ യാക്കോബ് ആ സത്യത്തെക്കുറിച്ച് മറന്നുപോയി. താൻ ബേഥേലിലേക്ക് പോകാതെ മറ്റു വഴിക്ക് തിരിഞ്ഞപ്പോൾ ദൈവം യാക്കോബിനോട് അവൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർപ്പിക്കുകയും യാക്കോബ് ദൈവത്തെ അനുസരിക്കുകയും ചെയ്തു. യാക്കോബ് ദൈവത്തെ അല്ലെങ്കിൽ ഉടമ്പടി മറന്ന് ജീവിച്ച നാളുകൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങളുടെ നാളുകളായിരുന്നു. തൻ്റെ മകൾ ദീന വേശ്യാശ്രീയായി മാറുവാനിടയായി. 2 ആൺമക്കൾ കൊലപാതകന്മാരായി തീർന്നു. ഇപ്പോൾ ജാതികളുടെ നടുവിൽ മക്കൾ യാക്കോബിനെ നാറ്റിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുവാനിടയാകുന്നു. ദൈവം ഉടമ്പടികളിൽ പ്രവർത്തിക്കുന്നവനാകയാൽ നാം ചെയ്ത ഉടമ്പടികൾ പാലിക്കുവാൻ നഷ്ടം സഹിക്കേണ്ടി വന്നാലും അത് നിവർത്തിക്കുക. കുറുക്ക് വഴി തേടി ഉടമ്പടി പാലിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ ശപിക്കപ്പെട്ടവരായിരിക്കും. ആകയാൽ പ്രിയ ദൈവവേദിലെ, നഷ്ടം സഹിക്കേണ്ടി വന്നാലും ദൈവത്തോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സത്യം നിവർത്തിക്കാം. നീ സത്യം വിൽക്കയല്ല വാങ്ങുകയത്രേ വേണ്ടതെന്ന് ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ ആകണമെന്നും തിരുവചനം വെളിപ്പെടുത്തുന്നു. പാപം ചെയ്യുന്നവനെ ശാസിക്കുകയും അനുസരണ ഇല്ലാത്തവനെ ശിക്ഷിക്കുകയും ഇണയില്ല പിണ കൂടാതിരിക്കുകയും വേണം.
ജീവിതത്തിലും ആരാധനയിലും വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തതയിലും ഇല്ലാത്ത ബന്ധങ്ങൾ ദൈവമക്കൾ ഉപേക്ഷിക്കുക തന്നെ വേണം. ആകയാൽ ഈ പ്രഭാതം ദൈവ സന്നിധിയിൽ നമുക്കും ഭയത്തോടും ഭക്തിയോടും കൂടെ വഷളന് നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യാം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാതെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഈ പ്രഭാതം ഇടയാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഓരോ വാക്കുകളും കർത്താവേ അത് സ്തോത്രം സത്യത്തിൽ നിലനിൽപ്പാൻ കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ ഓരോ ഉടമ്പടികളും അത് നിവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ഈ പ്രഭാതം കർത്താവെ കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവദാസിമാരും കർത്താവെ ഹാലിൽ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന എല്ലാ കർത്താവിൻ്റെ അഭിഷക്തന്മാരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ പ്രഭാതം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ദീർഘായുസ് കൊണ്ട് നിറയ്ക്കണം, സമാധാനവും സന്തോഷവും നൽകണം. മാനിച്ചാദരിക്കും, അനുഗ്രഹിക്കും. മഹത്വം അങ്ങെടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.